ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് വെച്ചാൽ അല്ലറ ചില്ലറ കാര്യങ്ങളും ഒരു റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ അത്യാവശ്യം ലേറ്റ് ആയിട്ടോട്ടെ എണീറ്റത്. സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എണീറ്റ ഉടനെ തന്നെ ഈ ജനൽ കർട്ടനൊക്കെ തുറന്നിടുക എൻ്റെ ഒരു ശീലമാണ്. നല്ലോണം വായും വെളിച്ചം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഭയങ്കര ഫാൻസി ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി നല്ല ലേറ്റായിട്ട് എണീറ്റതാണെന്നുണ്ടെങ്കിലും കിച്ചണിലേക്കൊന്നും കയറാതെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുക കേട്ടോ കുറച്ച് സമയം. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ രാവിലത്തെ ആ ഒരു ഫ്രഷ് എയർ നല്ലതാണെന്നാണല്ലോ. അത്ര നേരത്തൊന്നുമല്ലെങ്കിലും ഇതാ കണ്ടില്ല, നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം വെറുതെ പുറത്തിങ്ങനെ നടക്കുക എന്നുള്ളത് നമുക്ക് നല്ലൊരു എനർജി തരുന്നൊരു കാര്യമാണ്. പോസിറ്റീവ് മൈൻഡ് തിങ്കിങ്ങിന് നല്ലതാണ് കേട്ടോ. അതാ അങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അവിടെ ഇങ്ങനെ വീണെടുക്കുന്ന അല്ലറ ചില്ലറ ചപ്പുചവറുകളൊക്കെ പെറുക്കി ഇങ്ങനെ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു മതിലിൽ വെച്ച ആ ഗ്രില്ലിന്മേൽ ഇങ്ങനെ മഴവെള്ളം തലേന്ന് രാത്രിത്തെ അതിങ്ങനെ, അപ്പോൾ പണ്ടത്തെ നമ്മളെ ചെറുപ്പത്തിലെ പല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓർമ്മ ഒരു തരം ചെടി ഉണ്ടല്ലോ, പേരൊന്നും എനിക്കറിയില്ല. അതിന്മേലിങ്ങനെ ആ ഒരു മഞ്ഞിങ്ങനെ ഉണ്ടാവും, നമ്മൾ കൺപീലിമേൽ ഇങ്ങനെ ആക്കൂലേ, അതൊക്കെ ഇങ്ങനെ ഓർമ്മയായി പോകും കേട്ടോ. ഞാൻ കഴിഞ്ഞതാ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള മടിച്ചികൾക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് സ്വീകരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഷുഗർ ഒഴിവാക്കുക എന്നുള്ളത്. ഷുഗറിൻ്റെ ജീവനാണ്, ഒഴിവാക്കാൻ വേണ്ടി എത്ര ശ്രമിച്ചാലും പറ്റില്ല. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കുറയ്ക്കാം. അപ്പോൾ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചായയും കാപ്പിയും മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്ത പോളിസി. അപ്പോൾ അതാണ് രാവിലെ തന്നെ ആ ഒരു ചായയും കാപ്പിയും അകത്തേക്ക് ചെല്ലാണ്ടിരിക്കാൻ അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കട്ടോ. ഇന്ന ദിവസം ഇന്നതൊന്നുമില്ല. നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ തേന് വെള്ളത്തിലാക്കി. അപ്പോൾ അത് എന്തോ ഒരു ആവശ്യത്തിന് വാങ്ങിച്ച തേനായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ജീരകമാവും, ചിലപ്പോൾ ഏലക്കായവും കറാമ്പട്ടവും. ഇന്നിപ്പോൾ ചുക്കാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ചുക്കാണ്. അപ്പോൾ നേരത്തെ മുന്നത്തെ വീഡിയോയിലുണ്ട് ചുക്ക് ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ആ ഒരു ചുക്ക് ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടില്ല, നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് സാധാരണ നമ്മൾ മലപ്പുറംകാര ദേശീയ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ നൈസ് പത്തിരി. ആ നൈസ് പത്തിരിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പോകുന്നതാണ് നമ്മൾ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ മുട്ടക്കറി ഓരോരുത്തരും ഓരോ രീതിയിലാവും ഉണ്ടാക്കുക. നമ്മൾ ഉണ്ടാക്കൽ മറ്റേ ഓംലെറ്റൊക്കെ പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ മുട്ടക്കറി. അപ്പോൾ അത് അറിയാത്തവർ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളവിടെയൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പത്തിരിപ്പൊടി വാട്ടാനുള്ള വെള്ളം ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം തേങ്ങയൊക്കെ പൊട്ടിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ റേക്ക് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇന്ന് പത്തിരി ആയിട്ടില്ല, കറി ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അതിൻ്റെ മുന്നേ ഓൾ എണീറ്റ് വന്നിട്ട് കേട്ടോ. അപ്പം ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നേരെ വൈകിയതാണ്. ഇനിതാ പത്തിരി വാട്ടലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓളിങ്ങനെ ഒന്ന് സൈഡാക്കിയതിന് ശേഷം അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ആ പാത്രങ്ങൾ എടുത്ത് വെക്കുക. അത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്, ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇന്നെന്തോ അതെടുത്ത് വെക്കാൻ എനിക്ക് മൂടും വന്നില്ല. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, എല്ലാ ഭാഗത്തും പാത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ പോയിന് വെക്കേഷന്, അപ്പം അതിൻ്റെ തലേന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പാത്രങ്ങളിലൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നും മടിയാണ്, ഇന്നും അതെടുത്ത് വെക്കുന്നില്ല. അതവിടെ സൈഡാക്കി വെച്ചിട്ട് തന്നെയാണ് ബാക്കി പണികൾ എടുക്കുന്നത് കേട്ടോ. അപ്പം ഒരു മൂഡ് വരുന്ന സമയത്ത് ആ പാത്രമൊക്കെ നമ്മൾ കൂട്ടിക്കയറ്റുന്നതായിരിക്കും. അപ്പോൾ എന്നെപ്പോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോയാൽ പിന്നെ അത് ചെയ്യാൻ മടിയുള്ള ഏതെങ്കിലും മടിയന്മാരുണ്ടെങ്കിൽ ഒന്നായ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഏറ്റവും മികച്ചൊരു കാര്യമാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക എന്നുള്ളത്. അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, അതും അറിയിക്കാൻ മറക്കരുത്. പിന്നെ തേങ്ങ ചിരണ്ട കേട്ടോ. അപ്പോൾ തേങ്ങ ചിരണ്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് മാത്രമല്ല, ഞാൻ ഒന്ന് പൊട്ടിച്ചാൽ അത് മൊത്തത്തിൽ ചിരണ്ടിയിട്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ ബാക്കി എടുത്ത് വെക്കുക ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെ 2 3 ചിരണ്ടി വെക്കുക, അത് ആവശ്യമില്ലെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കലില്ല. കാരണം നമുക്കൊരു തേങ്ങ പൊട്ടിച്ചാൽ തന്നെ ചിലപ്പം 2 3 ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 3 ഡിഷ് ഉണ്ടാക്കാൻ അത് ഉണ്ടാവും കേട്ടോ.
അപ്പോൾ പത്തിരിപ്പണി അവിടെ സൈഡാക്കി വെച്ചിട്ട് നമ്മൾ മുട്ടക്കറീൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ എന്തായാലും ഒരു 3-4 അല്ലി ചുവന്നുള്ളിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം കൂടി ചേർക്കണം. എന്നിട്ട് നല്ലോണം ബ്രൗൺ ആക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി ആ ഒരു ടേസ്റ്റ് വന്നാൽ മതി കേട്ടോ. ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനോ തിരിഞ്ഞപ്പം അടി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കുറേശ്ശെ ചേർത്താൽ മതി. ഒന്ന് തീ ഓഫാക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു. ഇനി അതൊക്കെ ചൂടാറുന്ന നേരം കൊണ്ട് ഞാൻ ചോറിനുള്ള വെള്ളം കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ചോറ് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്ര വേവുള്ള അരിയും നമുക്ക് കുക്കറിൽ ഒരു വിസിൽ പോലും അടുപ്പിക്കാതെ വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു ട്രിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹെൽത്തി ഈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തവിടോടുകൂടി അരി വാങ്ങിയിട്ടൊന്ന് സാമ്പിൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 50% തവിടുള്ള അരിയാണ്. പക്ഷേ ടേസ്റ്റിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആ ഒരു തവിടിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ വെള്ളം കണ്ടില്ലേ, ഇതിൽ കളറ് പോലെ അങ്ങനെയൊന്നും പോകുന്നില്ല, തവിടിൻ്റെ പാർട്ടിക്കിൾസ് മാത്രമേ പോകുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു അരിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചിലത് നമ്മൾ മട്ട അരിയൊക്കെ വാങ്ങി കഴുകിയാൽ അതിന് കളറ് നല്ലോണം പോകും. ഇത് അങ്ങനെ ഒന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചോറിനുള്ള അരി വെച്ചിട്ടുണ്ട്. ഇനി മുട്ടക്കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാണ് കേട്ടോ. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നല്ലോണം വെന്ത് ഡ്രൈ ആയി കട്ടിയാവാനും നിൽക്കണം. പിന്നെ ചീനച്ചട്ടീൻ്റെ അവസ്ഥ എപ്പോഴും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പാണ്. നമുക്ക് പൊരിക്കാനും വറുക്കാനൊക്കെ ഒരു ചീനച്ചട്ടി എപ്പോഴും നമ്മൾ മാറ്റി വെക്കുക. കാരണം അത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചീനച്ചട്ടീൻ്റെ അവസ്ഥ അതുപോലെ തന്നെ ആവും കേട്ടോ. ഇനി അങ്ങനെ ആവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ടിപ്പൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണേ. ഇനി ഇതാ നമ്മൾ ആ ഒരു മുട്ട പൊരിച്ച് മാറ്റി അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മസാല ചേർത്തുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തിട്ടില്ല, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ മുട്ടക്കറിയിൽ ഉപ്പ് കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്, ഒരുപാട് തവണ അനുഭവിച്ചതുമാണ്. അപ്പം ശ്രദ്ധിച്ചിട്ട് ഉപ്പിടുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഒരു ഓംലെറ്റ് പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. തിളച്ച് വരുന്ന സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഒന്ന് തൂമിച്ചിട്ട് വറവിട്ടിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ സ്റ്റൈൽ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും പറയാം കേട്ടോ. അല്ല ഇതുപോലെയല്ല നിങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതും പറയാം. പിന്നെ കുട്ടികൾക്ക് രാവിലെ ചവനപ്രാശം വെറുമേറ്റ് കൊടുക്കുന്നത് നല്ലതാട്ടോ. രോഗപ്രതിരോധ ശേഷിയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ വേറെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ 2 വയസ്സിന് മേലുള്ള കുട്ടികളുടെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കേശ എന്ത് തിന്നാലും റേക്കൊക്കെ വേണ്ടി വരും, അതുകൊണ്ടാണ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കേശൊക്കെ ഞാനിത് LKG ചേർന്ന് അന്ന് മുതലേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ എപ്പോഴും ഒരു പനി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ചെറിയൊരു വ്യത്യാസം കാണലുണ്ട്. പിന്നെ ഇതിപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ രണ്ടാമതൊന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ എപ്പോഴും വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡിനെ നോക്കി വാങ്ങിക്കുക. ഇതിപ്പോൾ ഞാൻ മറ്റേ RCM വേൾഡ് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ അങ്ങനെ ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. നല്ലതാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ പത്തിരി തലേന്നത്തെ കുറച്ച് മീൻകറിയും കൂടി ഉണ്ടായിരുന്നു. മീൻകറി എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ മീൻ ചട്ടി വടിക്കൽ, അതും ബാക്കിയുള്ള മുട്ടക്കറിയും കൂട്ടിയിട്ട് അടിക്കുകയാണ്. പിന്നെ എപ്പോഴും നമ്മളെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിലും ഇതാണ് അവസ്ഥ. ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കേണ്ടി വരും. അത് ഈ ചായ കൂടി കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര റിലാക്സ് ആയിട്ടാണ്. കാരണം അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഫോണിലൊക്കെ തോണ്ടി കളിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ വീണ്ടും ഈ പണികൾക്കൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യം തന്നെ റേക്കനെ കുളിപ്പിച്ച് ഉറക്കലാണ് മെയിൻ പരിപാടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്കൊക്കെ ഇറങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്കാണ് ഇന്ന് ആദ്യം ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അകത്ത് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പുറത്ത് നമുക്ക് അല്ലറ ചില്ലറ കുറച്ച് പണികളുണ്ട്. എന്നും അടിക്കലും തുടക്കലും ഫുഡ് ഉണ്ടാക്കലും മാത്രമല്ലല്ലോ, വേറെയും കുറേ പരിപാടികൾ ചെയ്യാണ്ട് നമ്മളെ കൈ എത്തേണ്ട മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ റേക്ക് ഒരു ചെയറിൽ പണി പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്.
അപ്പോൾ ഈ ഒരു ചെയർ ഇതിങ്ങനെ മറ്റേ വെൽവെറ്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ കഴുകാനൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ കറി വെള്ളം ചായയൊക്കെ ആയാൽ ചീത്താവില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. നമ്മൾ ചായ അങ്ങനത്തെ ചെറിയ രീതിയിലാണ് ആവുന്നതെന്നുണ്ടെങ്കിൽ തുണി വെച്ച് തുടച്ചാൽ അപ്പം തന്നെ പോരും. കാരണം അതിൻ്റെ മേലെ ഒരു ഇങ്ങനെ ഫർ കോട്ടിങ് പോലുള്ളതുകൊണ്ട് ഉള്ളിലേക്ക് അത്ര പെട്ടെന്ന് അബ്സോർബ് ആവില്ല. പക്ഷേ ഇതിപ്പോൾ അവൾ മൂത്രം ഒഴിച്ചുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കുറച്ചധികം എന്താ പറയുക വെള്ളം കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പോയോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഞാനത് പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ചും കൂടി വെള്ളം കൂടിയൊക്കെ ഒഴിച്ചിട്ട് ആദ്യം കഴുകി പിന്നെ തുണി വെച്ചിട്ട് 2-3-4 പ്രാവശ്യം ഇങ്ങനെ ഫുൾ ഒപ്പിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട്. അടുത്ത പരിപാടിയാണ് ഡയപ്പർ കീറിയിടുക എന്നുള്ളത്. അപ്പോൾ ഈ ഡയപ്പർ എന്നെപ്പോലെ സ്ഥലം കുറവുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന പരിപാടി ഇതാണ്. ഡയപ്പറിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഭാഗം ഇതുപോലെ ആ ഒരു കോട്ടൺ പുറത്തുള്ള തോലൊഴികെ ബാക്കിയുള്ള എല്ലാ പാർട്സും ഞാനിതുപോലെ ഈ തെങ്ങിൻ്റെ ഈ ഒരു കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യാം. എന്നിട്ട് അതിങ്ങനെ കൂടി കുറച്ച് വീർത്ത് വന്ന് ഇങ്ങനെ ആയി നിൽക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഞാനൊരു പാക്കറ്റ് കല്ലുപ്പ് അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അലിഞ്ഞ് പോവുകയും ചെയ്യും. ബാക്കി വരുന്ന ഈ ഒരു പുറത്തുള്ള ഈ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ഇങ്ങനെ തീ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കത്തിക്കലാണ്. അപ്പോൾ ഈ ഒരു റിങ്ങാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലുള്ള റിങ് ഒരു ആശ്വാസമാണ്. നമുക്ക് വേസ്റ്റൊക്കെ കത്തിക്കാൻ, പേപ്പർ വേസ്റ്റും കാര്യങ്ങളൊക്കെ കത്തിക്കാൻ കേട്ടോ. ഫുഡ് വേസ്റ്റ് അതുപോലുള്ള ഏതെങ്കിലും തെങ്ങിൻ്റെ ഇതിലേക്കോ ഒക്കെ അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി. ഇനി നമുക്ക് അലക്കല്ലുമ്മൽ കുറച്ച് പരിപാടിയുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അലക്കല്ലിലേക്ക് വരലുള്ളൂ. ഷൂ കഴുകുക, ബാഗ് കഴുകുക, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ചവിട്ടി കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്കൂൾ പൂട്ടി അന്ന് മുതൽ ബാഗ് കഴുകാൻ വിചാരിക്കുന്നത്. ഏതായാലും 2 ദിവസം മുന്നേ അത് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു ദിവസം വേണമല്ലോ എന്തായാലും ഉണങ്ങാനും, അതുകൊണ്ടാണ്. ഇനി നമ്മളെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ നമ്മളെ പഴയ ആ ഒരു വെയിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ബോഡി ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ബോഡി എങ്ങനെയാണെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. അപ്പോൾ എൻ്റെ ബോഡി തന്നെ ഞാൻ വിചാരിച്ചാൽ എനിക്ക് തടിക്കാനും ഞാനൊന്ന് മനസ്സ് വെച്ചാൽ മെലിയാനും പറ്റുന്ന ഒരു ടൈപ്പ് ബോഡിയാണ് എൻ്റേത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ നമുക്കറിയാം നമ്മൾ പ്രസവം എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡി ഹീൽ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് വിടുക. അപ്പോൾ ഒരു മിനിമം 2 years എടുക്കുന്നതാണ് ഒരു കണക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മൾ ബോഡീനോട് കുറച്ചൊന്ന് ഹാർഷായിട്ട് ഒന്ന് ഡയറ്റൊക്കെ എടുത്തിട്ട് റെഡിയാക്കാം. അപ്പോൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡയറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് വെയിറ്റ് നോർമലാക്കി കൊണ്ടുവരാമെന്നേ ഉള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിട്ടിരിക്കും. പിന്നെ ആൾക്കാർ അതും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, തടിച്ചല്ലോ, ആന പോലെ ആയല്ലോ, അങ്ങനെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മെലിയാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെലിഞ്ഞാൽ മതി. അതല്ല നിങ്ങളതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഒരു കുട്ടീനാണ് വളർത്തിക്കൊണ്ടുവരുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. നമ്മൾക്കതിന് പാൽ കൊടുക്കണം. അപ്പോൾ അതിനാവശ്യമുള്ള ഫുഡ് നമ്മൾ കഴിക്കണം. അപ്പോൾ ഞാനിപ്പോൾ കേശിൻ്റെതിനായാലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. 2 വയസ്സായി പാലുകൂടി മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ റേക്കൻ്റെതായപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ശ്രദ്ധിക്കുന്നു എന്നുള്ളൂ. കാരണം റേക്കൊക്കെ ഇപ്പം പാലുകൂടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന ഫുഡിലേക്കുള്ള ശ്രദ്ധ മൊത്തം അതിലേക്ക് കോൺസെൻട്രേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് കുഴപ്പമില്ലാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രം അതിലേക്ക് സ്ട്രെസ്ഡ് ഔട്ട് ആയാൽ മതി. ബാക്കി ആരും എന്തും പറഞ്ഞോട്ടെ, ഒന്നും ചെവി കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളെ ബോഡിയാണ്, നമ്മൾ മാത്രം അതിനെ നോക്കി കണ്ടാൽ മതി. ഹെൽത്ത് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ അത് വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ തടി കുറയ്ക്കുക അത് മാത്രമല്ല, നമുക്ക് ടോട്ടലായിട്ട് നമ്മൾ ബോഡീനെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കൊണ്ടുവന്ന ശീലം, ഒരു കാര്യം നമ്മൾ ചെയ്ത് ശീലമാക്കിയാൽ മാത്രമേ അടുത്ത കാര്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ 2 തവണ ബ്രഷ് ചെയ്യുന്നത് നിർബന്ധമാക്കി എന്നുള്ളതാണ്. കാരണം രാത്രി ബ്രഷ് ചെയ്യാൻ എപ്പോഴെങ്കിലും ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ ആദ്യം ചെയ്യാറ്. ഞാൻ അത്ര കാര്യമാക്കിയ ഒരു കാര്യമല്ല അത്. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം നല്ല പല്ല് പൊളിപ്പ്, പിന്നെ ചില സമയത്തൊക്കെ വായനാറ്റമൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പം കുറച്ച് മാസങ്ങളായിട്ട് ഞാനത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്തതായിട്ട് സ്കിൻ കെയറിലേക്ക് വന്നത്. എൻ്റെ ഫേസിന് അടുത്തറിയുന്നവർക്കറിയാം, ഞാൻ സാധാരണ ഏതൊരു ടോണിലാണ്, അത്ര ബ്രൈറ്റ് ടോണൊന്നുമല്ല, എന്നാലും സാധാരണ ഉള്ള ടോണിനേക്കാളും ഒരു 4-5 ഷെയ്ഡ് ഞാൻ കൂടുതൽ ഡാർക്കായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ സ്കിൻ പ്രോബ്ലംസ് മാത്രമല്ല, ഇൻറ്റേർണൽ കാര്യങ്ങളും ബ്ലഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഓൾമോസ്റ്റ് ആ ഒരു ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഷുഗർ കട്ടിലേക്ക് വരാനുള്ള തീരുമാനം. അപ്പോൾ ഷുഗറിൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അത് കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. നമുക്ക് കഴിയുന്ന രീതിയിൽ മാത്രം ചെയ്യാം. കൺട്രോൾ കിട്ടിയാൽ മാത്രമേ ഞാനത് ഒഴിവാക്കുള്ളൂ. കാരണം ഈ ഷുഗറിൻ്റെ തടി കുറയാനല്ല, വയറിൻ്റെ പ്രശ്നം, വയറ് ചാടുന്നത് കുറയാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ നമുക്കറിയാം ഇൻസ്റ്റൻറ്റ് എനർജിയാണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ മറ്റേ നമ്മൾ ഫാറ്റും കാര്യങ്ങളും ബോഡി എടുക്കില്ല. അപ്പോൾ ആ ഇൻസ്റ്റൻറ്റ് എനർജി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫാറ്റൊക്കെ ബോഡി എടുത്തോളും. അപ്പോൾ അന്നത്തെ ദിവസം അതുപോലുള്ള ഈ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പുറത്ത് പോവുക ചെയ്തു കേട്ടോ. അപ്പോൾ ബീച്ചിലൊക്കെ പോയി അപ്പോൾ അതിൻ്റെ സീൻസൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗിൻ്റെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കൂടി എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും തന്നെ വരാം.